ടു സനീഷ്. സനീഷ് ഭയങ്കര ടാലൻറ്റഡ് ഒരു അസ്പയറിങ് ആക്ടറാണ്. സോ ഭയങ്കര ഗ്രാസ്പിംഗ് പവറുള്ളൊരു ആക്ടറാണ് സനീഷ്. സോ സനീഷിനോട് വർക്ക് ചെയ്യാൻ പറ്റിയ എനിക്ക് ഐ എം വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് സനീഷ്. അതേപോലെ പടത്തിലെ ഹീറോയിൻ വെരി ഫോട്ടോജനിക്, ആ കഥാപാത്രത്തിന് കറക്റ്റായിട്ടുള്ളൊരു ഹീറോയിനാണത്. ഐ തിങ്ക് തമിഴിൽ കുറേ ഹോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, തമിഴ് സിനിമയിൽ ഹീറോയിന്. അങ്ങനെയുള്ള എല്ലാ ടെക്നീഷ്യൻസ്, ഈ പടത്തിന് വർക്ക് ചെയ്ത എല്ലാവരും ഈ പടത്തിന് വേണ്ടി കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പാടുപെട്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല, ഇറ്റ്സ് ആ വേർഡ് മറന്നവയാണ്. ഇനിയും സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആൻഡ് ട്രെയിലർ ലോഞ്ച്, അത് എന്താ പറയുക, ഞാൻ സ്റ്റേജിൽ എവിടെ ചെന്നപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ കണ്ട് അദ്ദേഹത്തെ സംസാരിച്ച് വളരെ സങ്കടം തോന്നിയൊരു നിമിഷമാണ്. കാരണം അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. കാരണം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ, ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, എല്ലാവരും കഷ്ടപ്പെട്ടാണ്. പക്ഷേ ഇങ്ങനെ ഇത്രയും കഷ്ടപ്പെട്ടൊരു പടം അദ്ദേഹം ചെയ്തതിൽ ഒരുപാട് നന്ദി. അതിലെനിക്കൊരു മെയിൻ കഥാപാത്രം ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും. പ്രൊഡ്യൂസറുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ കഥാപാത്രം ചെയ്യണമെന്ന്. അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക. അപ്പം എന്തായാലും അത് എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ ജീവയുടെ മറ്റൊരു സിനിമ ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, അതിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹമായിട്ട് എനിക്ക് മുമ്പേ ബന്ധമുണ്ട്. എന്തായാലും ഈ ഇനിയും എന്ന പേര് ഒരു കാലത്തും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. ഇനിയും നന്നായി അഭിനയിക്കൂ, ഇനിയും നന്നായി പഠിക്കൂ, ഇനിയും ഉയരങ്ങളിലേക്ക് പോട്ടെ, ഇനിയും നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ഈ സിനിമ ഒരു വമ്പൻ വിജയമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് കാലമായി എന്നല്ല, കുറേ കാലമായി ഇങ്ങനെ ഫങ്ഷനിലൊക്കെ പോയിട്ട്, പ്രത്യേകിച്ച് സിനിമകളുടെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പഴയ ആളായതുകൊണ്ടായിരിക്കും ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് ഇനിയും എന്ന സിനിമ ചെയ്യുന്നത്. ഇതിൽ 5-6 പാട്ട് റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞാണ്. പിന്നെ അറിയാലോ, എഡിറ്റിങ് അല്ലെങ്കിൽ സീൻസൊക്കെ കറക്റ്റ് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ പാട്ടുകളൊക്കെ നമ്മൾ മാറ്റിക്കേണ്ടി വരും. അങ്ങനെ ഇപ്പോൾ 2 പാട്ടുകളാണ് ഈ സിനിമയിൽ ഉള്ളത്. ഒന്ന് പേര് ഗോകുലിൻ്റെ പാട്ടിനെ കണ്ടിരുന്നു. അസലായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക, ഉയരങ്ങളിലേക്ക് എത്തട്ടെ. അതുപോലെ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട്, ഒരു താരാട്ടാണ്. താരാട്ട് പോലത്തൊരു പാട്ട്, ഏങ്ങൊണ്ടിയാണ് ഇതിൻ്റെ ലിറിക്സ്. അറിയാലോ, ഒരു പാട്ടിന് നന്നാക്കുന്നത് അതിൻ്റെ വരികളാണ്. പ്രത്യേകിച്ചും തുടക്കം ഉള്ള വരികൾ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പാട്ടുകളൊക്കെ പെട്ടെന്ന് ഹിറ്റാകും. അത് ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അതിമനോഹരമായി ചെയ്തിട്ടുണ്ട്. രാരി തത്തെ എന്നാണ് തുടങ്ങുന്നത്. അതിന് തന്നെ ഒരു ക്യാച്ചിങ് ആണ്, സാധാരണക്കാരനിലേക്ക് എത്തുന്നൊരു വാക്കുകളാണ്. എല്ലാ സിനിമകളും ഒരു കഷ്ടപ്പാടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഒരുപാട് ഈ സിനിമ ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു എന്ന് ഇതിൻ്റെ നിർമ്മാതാവിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഒരു റിയലായിട്ടൊരു സത്യസന്ധത ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വലിയ സൂപ്പർ താരങ്ങൾ എന്നതിനപ്പുറത്ത് നല്ലൊരു കണ്ടൻറ്റും അത്യാവശ്യം ഭേദപ്പെട്ട മേക്കിങ്ങും പുതിയതായി എന്തെങ്കിലും സിനിമയിലുണ്ടെങ്കിൽ പ്രേക്ഷകരത് ഉറപ്പായിട്ടും സ്വീകരിക്കും. ഈ സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിൽ നിന്ന് ഈ സിനിമയ്ക്ക് വേണ്ടി എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നേടാൻ കഴിയട്ടെ. പടം ഗംഭീരമാവട്ടെ.